إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണേ എന്ന് എന്നെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു കുട്ടികളുടെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാഹചര്യത്തിൽ മക്കൾ ഒരു മികച്ച നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവുകയില്ല, വിദ്യാഭ്യാസ രംഗത്ത് വിശേഷിച്ചും. നമ്മളിപ്പോ ഒരു വേനലവധിക്കാലം അതിന്റെ അവസാനത്തിലെത്തി. എല്ലാവരും വിദ്യാലയങ്ങൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് കരുതേണ്ട മുന്നൊരുക്കങ്ങൾ അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലാണുള്ളത്. ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും പുതിയ അധ്യയന വർഷത്തെക്കുറിച്ചുമൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ്. പൊതുവിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന ശ്രദ്ധയും പരിഗണനയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നൽകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഇത് കുറച്ചുകൂടി ശക്തമായി, കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പതുക്കെ ആ ശബ്ദം കുറഞ്ഞു വന്നത് സമുദായം കുറെ മുന്നോട്ട് പോയി എന്നതുകൊണ്ടായിരിക്കും. സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പൊതുവിൽ എല്ലാ ആളുകളുടെയും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വളരെ നല്ല ബോധവൽക്കരണം കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് എഴുത്തു പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സ്ത്രീകൾ മലയാളം പഠിക്കേണ്ടതില്ലെന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ അൽഹംദുലില്ലാഹ് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. മറ്റൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ എല്ലാ വൈജ്ഞാനിക മേഖലകളുടെയും മുന്നിൽ നടന്നിരുന്ന ആളുകളാണ് മുസ്ലിം സമൂഹം. പ്രവാചകന്റെ കാലം കഴിഞ്ഞു. ഒന്നിനും കൊള്ളാത്തവരായിരുന്ന അറബ് സമൂഹത്തിൽ വലിയ മുന്നേറ്റങ്ങളുണ്ടായി, മാറ്റങ്ങളുണ്ടായി. സ്വഹാബിമാരുടെ കാലം കഴിഞ്ഞു, താബിഈകളുടെ കാലം കഴിഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ അക്ഷരാഭ്യാസമുള്ള മക്കക്കാർ എത്രയുണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത് എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്നവർ എന്നാണ് പറയാ. തുലം കുറവായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന അബ്ബാസി ഭരണകാലഘട്ടത്തിലൊക്കെ മിക്കവാറും ലോകത്തെ എല്ലാ ശാസ്ത്ര മേഖലകളിലും വലിയ സംഭാവനകൾ അർപ്പിച്ച ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആ ഒരു ഭാഗം
വളരെ വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പൊരിക്കൽ നമ്മൾ അതിന്റെ ചില തലങ്ങൾ ഈ മിമ്പറിൽ തന്നെ സൂചിപ്പിച്ചു പോയതാണ്. നമുക്ക് ആൾജിബ്ര എന്ന് പറയുന്ന ആ വാക്ക് ഗണിതത്തിലെ മാത്തമാറ്റിക്സിലെ ഒരു വിഭാഗമായി പൊതുവിൽ പറയപ്പെടാറുള്ള ആൾജിബ്ര എന്ന വാക്ക് അൽജബർ എന്ന അറബി പദത്തിൽ നിന്നുണ്ടായതാണ്. അൽഗോരിതം എന്ന വാക്ക് മുഹമ്മദ് മൂസ അൽ ഖവാരിസ്മി എന്ന് പറയുന്ന അറബ് ഇസ്ലാമിക രാജ്യത്ത് ജീവിച്ച ഒരു മനുഷ്യനിലേക്ക് ചേർത്ത് പറയുന്നത്. ആ വിജ്ഞാന ശാഖയുടെ പേര് പോലും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നതാണ്. ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയാൻ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അസ്ട്രോണമി, ഗോളശാസ്ത്രം എടുത്താൽ ഒരുപാട് നക്ഷത്രങ്ങളുടെ പേരുകൾ അറബി പേരുകളായിരിക്കും. അതൊക്കെ കണ്ടെത്തിയത് അറബ് മുസ്ലിങ്ങളാണ്. അതുപോലെ തന്നെ ആധുനിക സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഓപ്പറേഷൻ നടത്താൻ ഉപയോഗിക്കാറുള്ള ഉപകരണങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ പലതും അബുൽ ഖാസിം അസ്സഹ്റാവി അദ്ദേഹത്തിന്റെ വാള്യങ്ങൾ വരുന്ന ഈ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ പരാമർശിച്ചതും അതിന്റെ രേഖാചിത്രം അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഇന്നും ലഭ്യമാണ്, വരച്ചു വെച്ചതുമാണ്. ആധുനിക ഈ പ്രകാശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഒരു ലക്ഷണമൊത്ത ഒന്നാമത്തെ സയന്റിസ്റ്റ്, മോഡേൺ സയന്റിസ്റ്റ്, ആധുനിക ശാസ്ത്രജ്ഞൻ ആരെന്നൊക്കെ ചോദിച്ചാൽ പറയപ്പെടാറുള്ള ഇബ്നു ഹൈസമിന്റെ പേരാണ്. ഇബ്നുൽ ഹൈസമിന്റെ അൽ മിർആത്ത് എന്നർത്ഥം വരുന്ന മിർആത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 1000 വർഷം തികഞ്ഞപ്പോ UN 2015 അദ്ദേഹം അത് എഴുതി 1000 കൊല്ലം തികഞ്ഞപ്പോ വർഷത്തെ പ്രകാശവർഷമായി ലോകം മുഴുവൻ ആചരിക്കാൻ UN തീരുമാനിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പഠനങ്ങളുടെ തുടർച്ചയാണ് സർ ഐസക് ന്യൂട്ടന്റെ പിന്നീടുണ്ടായ പല കണ്ടെത്തലുകളും എന്ന വായനയെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് ലോകത്തിന്റെ മുന്നേ ഈ എല്ലാ വൈജ്ഞാനിക മേഖലകളെയും മുന്നിൽ നിന്ന് നയിച്ച ഒരു കാലഘട്ടം മുസ്ലിം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ അധ്യാപനങ്ങളുടെ ഉപോൽപ്പന്നമാണ്, അതിന്റെ ഭൗതികമായ ഒരു റിസൾട്ടാണ്. ആ നിലക്ക് മുൻഗാമികൾ അതിനെ പരിഗണിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ മുന്നേറി എന്ന് പറയുമ്പോഴും അവർ കടന്നുപോയ വഴികളിലേക്ക്, അവർ കൈമുദ്ര പതിപ്പിച്ച മേഖലകളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും അതിനൊരുപാട് നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ മുന്നേറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ മുന്നിലാണ് മറ്റു പലരും എന്ന ഒരു ധാരണ കൂടി നമുക്കുണ്ടാകണം. പൊതുവിൽ ഒരു സമൂഹത്തിന്റെ, ഒരു നാടിന്റെ, ലോകത്തിന്റെ വളർച്ചക്കൊപ്പം നടക്കാനല്ല, അതിന്റെ മുന്നിൽ നടക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ളവരായിരുന്നു നമ്മൾ. അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിന് ആവശ്യമായ പ്രോത്സാഹനവും തയ്യാറെടുപ്പും നമ്മുടെ വരും തലമുറയെ വളർത്തിയെടുക്കുന്നിടത്ത് നമുക്കൊക്കെ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. പൊതുവിൽ ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയാറുള്ളത് ഫർദ് കിഫായയാണ്. എല്ലാ വൈജ്ഞാനിക മേഖലകളിലും ഒരു മുസ്ലിം ഉണ്ടാകണം, മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാകണം എന്ന നിലക്കാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് ഇസ്ലാമിക മതപരമായ വിജ്ഞാനീയങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട മേഖലകളെ കുറിച്ച് പറയുമ്പോൾ ഇൽമു തിബ്ബ് പറയാറുണ്ട് പണ്ഡിത ലോകം, വൈദ്യശാസ്ത്രം പറയാറുണ്ട്. അത് ഇപ്പൊ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എടുത്ത് പരിശോധിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ കേവലം പ്രവാചകന്റെ ഭാര്യ മാത്രമായിരുന്നില്ല. ആയിരക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ച കിബാർ സ്വഹാബ, പ്രഗൽഭവതികളായ മുതിർന്ന സ്വഹാബിമാർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യന്മാരായിരുന്നു. അതുമാത്രമല്ല, അവർ നല്ല സാഹിത്യബോധമുള്ള നല്ല കവയിത്രിയായിരുന്നു, കവിത എഴുതുമായിരുന്നു. വൈദ്യശാസ്ത്രം അറിയാവുന്ന നല്ല വൈദ്യം ചെയ്തിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസിയുടെ സാദുൽ മആദുമായി ബന്ധപ്പെടുത്തി അതിന്റെ ഒരു ഭാഗം തിബ്ബുൻ നബി, പ്രവാചകന്റെ വൈദ്യം എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ മേഖലകളിലൊക്കെ ഇസ്ലാമിന് വലിയ സംഭാവനകളുണ്ട്, വലിയ കാഴ്ചപ്പാടുകളുണ്ട്, മുസ്ലിം സമൂഹത്തിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതിന്റെ അനന്തരഫലമാണ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് കടന്നുകയറാൻ, മുന്നോട്ടു പോകാൻ നല്ല ജാഗ്രതയുണ്ടാവുകയും മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാവുകയും വേണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ വളരെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ചില
കാര്യങ്ങൾ അടിയന്തരമായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിഷയത്തിലൂടെ കടന്നു പോകാമെന്ന് ചിന്തിച്ചത്. വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ മുന്നോക്കാവസ്ഥ നമ്മൾ പറയുമ്പോഴും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നെഗറ്റീവായിരിക്കും. ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ആരാണ് മുന്നേറുന്നത്? പലപ്പോഴും പെൺകുട്ടികളാണ്. വിദ്യാഭ്യാസ രംഗത്ത് ചെറിയൊരു ശ്രദ്ധ കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ അനുഭവിക്കുകയും ബോധവൽക്കരണം നടത്തുകയൊക്കെ ചെയ്തപ്പോ ഇപ്പോ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ കാണാറുണ്ട്. അത് നമ്മൾ വളരെ കുറച്ച് ഗൗരവത്തിലെടുക്കേണ്ട സംഗതിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ചില വീഴ്ചകളെ കൂടി നമ്മൾ അഡ്രസ് ചെയ്ത് പോകണമെന്നാണ് തോന്നാറുള്ളത്. എന്തറിയോ, പൊതുവിൽ ട്രെൻഡിനൊപ്പം പോകുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ആളുകൾ സ്വീകരിക്കാറുള്ളത്. എല്ലാവരും എന്താണോ ചെയ്യുന്നത് അത് ഞാനും ചെയ്യാം. ഒട്ടും ഒരു കാഴ്ചപ്പാടില്ലാതെ, ഒട്ടും ധാരണയില്ലാതെ, അത് രക്ഷിതാക്കൾക്കുമില്ല കുട്ടികൾക്കുമില്ല. എന്തു പഠിക്കണമെന്ന് ചോദിച്ചാൽ എന്റെ കൂട്ടുകാരൻ ഏത് വിദ്യാഭ്യാസ സ്ഥാപനം തെരഞ്ഞെടുക്കുന്നു അതാണ് എന്റെ വിദ്യാഭ്യാസ സ്ഥാപനം. എന്റെ കൂട്ടുകാർ ഏത് കോഴ്സ് തെരഞ്ഞെടുക്കുന്നുണ്ടോ അതാണ് എന്റെ കോഴ്സ്. എല്ലാരും പോണത് ബാംഗ്ലൂരിലേക്കാണെങ്കിൽ ഞാനും ബാംഗ്ലൂരിലേക്ക് പോവാം. എല്ലാരും യൂറോപ്പിൽ പോവുകയാണെങ്കിൽ എന്നാ ഞാനും യൂറോപ്പിലേക്ക് പോകാം. എല്ലാരും US-ലേക്ക് പോവുകയാണെങ്കിൽ എന്നാ ഞാനും US-ലേക്ക് പോകാം. അതിനപ്പുറം നിനക്കെന്തു കഴിയും? നിന്റെ സാധ്യതകൾ എന്താണ്? നിന്റെ അഭിരുചി എന്താണ്? നിനക്ക് എവിടെയാണ് തിളങ്ങാൻ സാധിക്കുക? ഏതു മേഖലയാണ് തെരഞ്ഞെടുക്കാൻ പറ്റുക? അത്തരം ചർച്ചകളോ അല്ലെങ്കിൽ അത്തരം ചിന്തകൾക്കോ യാതൊരുവിധ പ്രാധാന്യവും കൽപ്പിക്കാതെ ഇങ്ങനെ കൂട്ടത്തിലോടുന്ന, എങ്ങോട്ടോ ലക്ഷ്യമില്ലാതെ ഓടുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം മാറിപ്പോകുന്നു എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ്. വലിയ ചതികളിൽ ആളുകൾ അകപ്പെട്ടു പോവുകയാണ്. ഒന്നും രണ്ടും മനുഷ്യരല്ല, ആയിരക്കണക്കിന് കുട്ടികൾ ഈ വിദേശ പഠനത്തിന്റെ പേരിൽ പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് യൂറോപ്പിൽ പോകണ്ടെന്നോ US-ൽ പോകണ്ടെന്നോ ഓസ്ട്രേലിയയിൽ പോകണ്ടെന്നോ പഠിക്കേണ്ട ഒന്നൊന്നുമല്ല. അവിടെയൊക്കെ ഏറ്റവും മികച്ച കുട്ടികൾക്ക് മികച്ച സ്കോളർഷിപ്പോടുകൂടി ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നല്ല അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെയാണ് അന്വേഷിക്കേണ്ടത്. ആ അവസരങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ പണമില്ലാതെ എവിടെ നിന്നൊക്കെയോ ലോൺ എടുത്ത് ആളുകളെടുത്ത് നിന്ന് കടം വാങ്ങി വലിയ തുക ചെലവഴിച്ച് നമ്മുടെ നാട്ടിലെ പാരലൽ കോളേജുകളെക്കാൾ, അത് മോശമാണെന്നല്ല പറയുന്നത്, ഒരു ബദൽ സംവിധാനമാണ്. എന്നാൽ പലപ്പോഴും ഒരു മുൻനിര സ്ഥാപനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്ക് സാധിക്കാറില്ലല്ലോ. അതിനേക്കാൾ നിലവാരം കുറഞ്ഞ ഇത്തരം വിദേശ യൂണിവേഴ്സിറ്റികളിലും സ്ഥാപനങ്ങളിലും പോയി പഠിക്കുകയും അവസാനം പാർട്ട് ടൈമായി ജോലി കിട്ടുന്നതാണ്. എത്ര രൂപയാണ്, എന്തു വരുമാനമാണ് അതുകൊണ്ട് കിട്ടുക? എത്രയാണ് നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുക? എത്ര രൂപ അവിടെ തന്നെ ചെലവഴിക്കേണ്ടതുണ്ട്? എന്നിട്ട് ആളുകൾ വിസയില്ലാതെ, പേപ്പറുകൾ ശരിയാകാതെ വർഷങ്ങളോളം നാട്ടിലേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്ന ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ആളുകളുടെ കഥകൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനത്തെ ചതികളിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സ്വപ്നങ്ങൾ, അത് എല്ലാവർക്കും ഞാനൊക്കെ കോടിപതിയാവണം, ശതകോടീശ്വരനാകണം, സഹസ്രകോടീശ്വരനാകണം, ഇങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കാണ് മനുഷ്യന്മാര്. ചില ആളുകൾക്കൊക്കെ കഴിയും, ചില ആളുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു വിശാലമായ അവസരങ്ങൾ അല്ലാഹു നൽകും. പക്ഷെ എല്ലാവരും അങ്ങനെയാകുമോ? നമ്മുടെ ഏറ്റവും ഒരു മനുഷ്യൻ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ചിന്തിക്കാൻ കഴിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കിയാൽ ഒരു മനുഷ്യന് ആഗ്രഹം ഉണ്ടാകും, ഒരു മനുഷ്യന് പാഷൻ ഉണ്ടാകും. ആ വാക്കാണ് പൊതുവിൽ ആളുകൾ ഉപയോഗിക്കുക. പക്ഷേ അവിടെ അതനുസരിച്ച് ചെയ്യാനുള്ള അഭിരുചിയുണ്ടോ, സ്കില്ലുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ആഗ്രഹമുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ മേഖലയിൽ വിജയിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് എന്റെ കഴിവെന്താണ്, എന്റെ താല്പര്യം എന്താണ്, എന്റെ ടേസ്റ്റ് എന്താണ്, അത് മനസ്സിലാക്കി ആ മേഖലകളെ തെരഞ്ഞെടുക്കാനാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒരുപക്ഷെ നല്ല കഴിവുള്ള ചില മേഖലകൾ ഉണ്ടാവും, പക്ഷെ സാമ്പത്തികം അനുവദിക്കുകയില്ല. സീറ്റിനു വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കി പലതരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾ നേടാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. എന്നിട്ട് ഇല്ലാത്ത പണം ഉണ്ടാക്കാണ്, വിദ്യാഭ്യാസ ലോൺ എടുത്ത് പിന്നീട് ആ കടഭാരം കയറി പലപ്പോഴും അതിലേക്ക് പലിശ കടന്നു വന്ന്, പലിശ എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു സംഗതിയല്ലേ?
അത്തരം സാമ്പത്തിക ഇടപാടുകൾ ഇടപെടാൻ പറ്റുമോ? വിദ്യാഭ്യാസ ലോൺ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത്തരം പലിശയുള്ള മേഖലകളിലേക്ക് ആളുകൾ പോകുന്നു. അത് പഠനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഹലാലാണ് എന്ന ഒരു ചിന്ത എവിടെ നിന്നാണ് ഉണ്ടായത്? പലരും അത് അടച്ചു തീർക്കാറില്ല. മാത്രവുമല്ല, പലരും പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പലിശയ്ക്ക് പല പല കവാടങ്ങളുണ്ട്. അതിലെ ഏറ്റവും ചെറുതേതാണ്? സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അത് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മാത്രമല്ല, കച്ചവടത്തിന്റെ പേരിലാണെങ്കിലും, ജോലിയുടെ പേരിലാണെങ്കിലും, വീടിന്റെ പേരിലാണെങ്കിലും, വാഹനത്തിന്റെ പേരിലാണെങ്കിലും പലിശയെ വീടിന്റെ പടിക്കു പുറത്തു നിർത്താൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അത്രമേൽ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കപ്പെട്ട സംഗതിയാണ്. മെമ്പറെന്ന് വെച്ചാൽ എടുത്താൽ പൊങ്ങാത്ത സ്വപ്നങ്ങൾ കണ്ട്, തനിക്ക് ഏറ്റിയാൽ പൊങ്ങാത്ത പഠനമെന്ന നിലക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത, എന്നിട്ട് 2 കൊല്ലം പഠിച്ച് വഴിക്കിട്ടേച്ചു പോവാൻ, എഞ്ചിനീയറിംഗിന് പോയി, മെഡിസിന് പോയി, അല്ലാത്ത കോഴ്സിന് പോയി, പിന്നെ അത് താങ്ങാൻ കഴിയുന്നില്ല. കുട്ടികൾക്ക് ഡിപ്രഷനിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു രീതിയൊന്നും ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നല്ല എക്സ്പേർട്ടുകളുണ്ട്, നല്ല വിദഗ്ധരായ ആളുകളുണ്ട്, ഈ മേഖലയിൽ ഉപദേശം നൽകാൻ പറ്റുന്ന ആളുകളുണ്ട്, അഭിരുചി പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. ഇതിനൊക്കെ നമ്മുടെ മക്കളെ വിധേയമാക്കി വേണം പുതിയ കാലത്ത് ഒരു കോഴ്സ് തെരഞ്ഞെടുക്കാൻ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെയാണ് ആഗ്രഹങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ്. എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്റെ മകൻ അത് കിട്ടണം, എന്റെ മകൾക്ക് അത് കിട്ടണം. എന്നിട്ട് കുട്ടിയുടെ സാഹചര്യമോ കുട്ടിയുടെ പഠിക്കാനുള്ള കഴിവോ ശേഷിയോ ഒന്നും പരിഗണിക്കാതെ രക്ഷിതാവിന്റെ ആഗ്രഹത്തെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന, പിന്നീട് മരണം വരെ ഈ രക്ഷിതാവും കുട്ടിയും ശത്രുക്കളായി ജീവിക്കുന്ന അങ്ങനത്തെ സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. കുട്ടികളുടെ താല്പര്യങ്ങളെയും കുട്ടികളുടെ കഴിവിനെയും ശേഷിയെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ നമ്മൾ ഒരു തീരുമാനമെടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? ഞങ്ങൾക്ക് വിവാഹം വേണ്ട, പഠനം കഴിയട്ടെ, ജോലി കിട്ടട്ടെ, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റട്ടെ. ഈ അടുത്ത് മുസ്ലിം സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ തന്നെ വളരെ സ്വീകാര്യത ലഭിച്ച ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ട്രെയിനറുടെ സംസാരം കേട്ടു. അദ്ദേഹം പെൺകുട്ടികളോട് സംസാരിക്കാണ്. പെൺകുട്ടികളോട് പറയാണ്, നിങ്ങൾക്ക് ജോലിയാണ് വലുത്. നിങ്ങളുടെ വല്യാപ്പ കല്യാണത്തിന് നിർബന്ധിക്കും, നിങ്ങളുടെ വാപ്പ വിവാഹത്തിന് നിർബന്ധിക്കും. നിങ്ങൾ അതൊന്നും അംഗീകരിക്കരുത്. നിങ്ങൾ ജോലി കിട്ടുന്നത് വരെ പഠിക്കണം. ജോലി കിട്ടിയിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു ദിവസം ഒരു ക്ലാസ്സിന് പങ്കെടുത്ത ഒരാൾ പറയാണ്, അയാള് ഫ്രീ ബേർഡ്സ് പറഞ്ഞ 200 പെൺകുട്ടികൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. ട്രെയിനറായിട്ട് ക്ലാസ് എടുക്കാൻ പോയി എന്നാണ്. ആ 200 പെൺകുട്ടികളുടെ തീരുമാനം എന്താ അറിയോ? ഞങ്ങൾ വിവാഹം കഴിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. അവർക്കൊക്കെ സ്വന്തമായി ജോലിയുണ്ട്. ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു പെൺകുട്ടിക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ചെയ്തോട്ടെ, മതം എതിരല്ല. നന്നായി ഉയർന്നു പഠിക്കാൻ താല്പര്യമുണ്ടോ? പഠിക്കട്ടെ, മതം എതിരല്ല. പക്ഷെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു ജോലിയാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഈ ഭൂമി ലോകത്ത് മനുഷ്യന് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ദൗത്യം എന്താണ്? അനന്തമായ നീട്ടിക്കൊണ്ടുപോകുന്ന പഠനങ്ങളാണോ? നമ്മൾ ആലോചിച്ച് നോക്കിൻ. ഒരു സമയമെത്തുമ്പോ മനുഷ്യന്റെ ശരീരത്തിന്റെ ആവശ്യം ഉണരും. ആ ആവശ്യം ആ സമയത്ത് നിർവഹിക്കപ്പെടണം. അത് നിർവഹിക്കപ്പെടാതെ പോകുമ്പോ പല പല കാരണങ്ങൾ പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും അഫയറുകൾ ഉണ്ടാകുന്നത്. മറ്റു ആൺകുട്ടികളും പെൺകുട്ടികളുമായി, അത് ആണിനും പെണ്ണിനൊക്കെ ബാധകമാണ്, ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഇങ്ങനെ കൗൺസിലർമാരെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ്? എന്റെ കുട്ടിക്ക് അമുസ്ലിമുമായിട്ടാണ് ബന്ധം, എന്റെ കുട്ടിക്ക് കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളായിട്ടാണ് ബന്ധം. ഞാനൊരു പെൺകുട്ടിയോട് ഒരിക്കൽ സംസാരിക്കണ്ടായി. രക്ഷിതാക്കൾ നിർബന്ധിച്ചിട്ട്. എന്താ രക്ഷിതാക്കൾ പറയുന്നു? അവൻ കഞ്ചാവാണ്. പെൺകുട്ടിയോട് ചോദിച്ചവൻ കഞ്ചാവാണെന്ന് പറയുന്നു. വെറുതെ നിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറയണം. അല്ല, പറയുന്നത് ശരിയായിരിക്കും, എന്നാ പിന്നെ ഒഴിവാക്കിക്കൂടെ? 12 കൊല്ലമായിട്ട് ഞങ്ങളുള്ള ബന്ധമാണ്, എങ്ങനെ ഒഴിവാക്കുക? കഴിയുന്നില്ല, മനസ്സോടക്കിപ്പോയി. ഇനി എങ്ങനെ മാറ്റാൻ പറ്റും? ഞാൻ പറയും, ഇങ്ങനത്തെ ബന്ധങ്ങളിൽ ഏർപ്പെടും. പലപ്പോഴും ഹോസ്റ്റൽ റൂമുകളിൽ സ്വർഗമായ ലൈംഗികതയിൽ ഏർപ്പെടും. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ പറയും, എന്റെ ഐഡന്റിറ്റി ഞാൻ ലെസ്ബിയൻ ആണെന്ന് പ്രഖ്യാപിക്കും. എന്താ കാരണം? സമയത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന, അല്ലാതെ ഈ ഇല്ലാത്ത ഫേക്ക് ജെൻഡർ ഐഡന്റിറ്റിയുടെ പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു അഡിക്ഷനിലേക്ക് മനുഷ്യൻ പോയി. ആ അഡിക്ഷൻ പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആരൊക്കെ ഉണ്ടാക്കുന്ന കുറെ ആശയങ്ങൾ, ഞാൻ അതിന്റെ ആളാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. ഞാൻ പറഞ്ഞു വെച്ചാൽ, വിവാഹത്തിന് ശേഷവും പഠനമെന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വരണം.
അതിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ അതിന് പിന്നെ അനുവാദം നൽകണം, വീട്ടുകാരതിന് അനുവാദം നൽകണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി തെറ്റായ തീരുമാനങ്ങളിലേക്കും തെറ്റായ സംസ്കാരത്തിലേക്കും വൃത്തികെട്ട ജീവിതത്തിലേക്കും നമ്മുടെ വരും തലമുറ വഴിമാറി സഞ്ചരിക്കുന്ന ഒരു അപകടകരമായ സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അത് കുറച്ച് മുതിർന്ന പെൺകുട്ടികൾ എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പ്രഖ്യാപിച്ച രക്ഷിതാക്കൾക്കൊക്കെ വളരെ വേഗത്തിൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞാൽ അനാവശ്യമായ ട്രെൻഡുകളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായി തനിക്ക് താങ്ങാൻ കഴിയാത്ത സംഗതികൾ ഏറ്റെടുക്കരുത് എന്നാണ് പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഏറ്റവും ഇതിന് ഉപദേശം നൽകാൻ കഴിയാവുന്ന വിദഗ്ധരുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനമെടുക്കണമെന്നതാണ് ഏറ്റവും വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള തീരുമാനം എന്ന് പറയുന്നത്. ആ നിലവാരത്തിലേക്കാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. പിന്നെയോ ആളുകൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടുള്ള ആഗ്രഹമാണ് മൂത്ത പിന്നെ ദീന് മറന്നു പോണ കുറെ ആൾക്കാരുണ്ട്. തന്റെ കുട്ടിയെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൊണ്ടാക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ പരാതി പറയണ്ടായി. കേരളത്തിന് പുറത്തുള്ള ഒരു ടൗണിൽ അവൻ പഠിക്കുകയാണ്. ചോദിക്കാണ്, ഞാൻ പഠിക്കുന്ന കോഴ്സ് എനിക്ക് ഹറാമാകുമോ എന്നുള്ള ഭയമുണ്ട്, എനിക്കൊരു ഉപദേശം നൽകണം. എന്താ പ്രശ്നം? വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ പറ്റൂല. 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ചും ചിന്തിക്കണേയില്ല. അടുത്ത് പള്ളിയുണ്ടോ, ഹോസ്റ്റൽ മുറിയിൽ നിസ്കരിക്കാൻ പറ്റുമോ, അതൊന്നും ചിന്തിക്കണേയില്ല. അവർക്കത് ജുമാ കിട്ടിയാൽ മതി. ഈ കൊണ്ടുപോയി ചേർത്ത വാപ്പാക്ക് ജുമാ കിട്ടണം എന്നുള്ള ബോധം കൂടിയില്ല. ഞാൻ പറഞ്ഞു, നമ്മളൊരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോ, നമ്മൾ ഒരു സ്ഥാപനം തെരഞ്ഞെടുക്കുമ്പോ ദീന് മുഴുവൻ ആ സ്ഥാപനത്തിന്റെ മുന്നിലെ ഗേറ്റിന് മുന്നിൽ വലിച്ചെറിഞ്ഞിട്ടല്ല, കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞിട്ടല്ല നമ്മുടെ കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. മറിച്ച് ദീന് കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. നിസ്കാരമുണ്ടോ നോക്കണം, നോമ്പെടുക്കാൻ പറ്റുമോ നോക്കണം, ജുമാക്ക് പോകാൻ പറ്റുമോ നോക്കണം, വെള്ളിയാഴ്ച സമയം അനുവദിക്കുമോ നോക്കണം, നമ്മുടെ മക്കൾ ആരുമായി സഹവസിക്കുന്നു നോക്കണം. ഇതൊക്കെ പ്രധാനമാണ്. അല്ലെ, ഒരു രക്ഷിതാവ് പറഞ്ഞു, എന്റെ മകനെ ഔട്ട് ഓഫ് കേരളയിലേക്ക് വിടണമെന്ന്, കേരളത്തിന് പുറത്തേക്ക് വിടണം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരും കൂടി നിർബന്ധിച്ചു. അങ്ങനെ പോണവരൊക്കെ മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നന്നായി നല്ല രൂപത്തിൽ കോഴ്സ് പൂർത്തിയാക്കി വരുന്ന എത്രയോ കുട്ടികളുണ്ട്. ചുരുക്കം ചിലരിൽ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അവസാനം കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? അവൻ MDMA അഡിക്റ്റ് ആയി. അവൻ ആരുമായിട്ടാണ് താമസം, എവിടെയാണ് താമസം, അവിടെ നമ്മൾ പോയോക്കാറുണ്ടോ? നമുക്ക് ഇടക്കിടക്ക് അവിടെ പോയോക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനത്തോടൊന്നും ചേർക്കരുത്. നമ്മൾ ചേർക്കരുത്. നമ്മുടെ കുട്ടിയെ നരകത്തിന്റെ വഴിയിലേക്ക് തള്ളിവിട്ടതിന്റെ പാപഭാരം രക്ഷിതാവിനുണ്ട്. കൈയൊഴിയാൻ പറ്റൂല. പാപഭാരം രക്ഷിതാവിനുണ്ടാവും. ഒരു നിലക്കും നമുക്ക് കൈയൊഴിയാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ലത്. അതുകൊണ്ട് ദീന് നഷ്ടപ്പെടാതെ ഭൗതിക വിജ്ഞാനം നുകരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു ആ നിലക്ക് നമ്മുടെ മക്കൾ സ്വാലിഹായ സന്താനങ്ങളായി നാടിനും സമൂഹത്തിനും നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി വളർത്താൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് ഭൗതിക വിദ്യാഭ്യാസത്തെ കുറിച്ച് പൊതുവിൽ പണ്ഡിതന്മാർ അതിന്റെ ഹുക്മ് പറയാറുള്ളത് ഫർള് കിഫായയാണ് നമ്മൾ പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ വൈജ്ഞാനിക മേഖലകളിലും കുറച്ചാളുകൾ സമുദായത്തിൽ നിന്ന്, വിശ്വാസ സമൂഹത്തിൽ നിന്നും ഉണ്ടാകണം. അപ്പൊ അവിടെ നമ്മൾ നല്ല ജാഗ്രത പുലർത്തും. എന്തുകൊണ്ടായിരിക്കും ഇത് ഫർള് കിഫായയാണെന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത്? അതിന്റെ ഒരു ഗുണവും ഉപകാരവും ഒരു മനുഷ്യൻ നേടുന്ന, ഒരു മുസ്ലിം നേടുന്ന ഭൗതികമായ ഏത് നേട്ടത്തിന്റെയും ഗുണവും ഉപകാരവും അത് മുസ്ലിം സമുദായത്തിന് കൂടി കിട്ടാനാണ്. അല്ലെ, മാതാപിതാക്കൾക്ക് ഗുണമുണ്ടാവണം, നാടിനും സമൂഹത്തിനും ഗുണമുണ്ടാകണം, സമുദായത്തിന് ഗുണമുണ്ടാവണം. ഇത് നേടേണ്ടത് നേടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനാണ് സ്വാർത്ഥനാകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. ഇതിനാരായിട്ടൊരു ബന്ധുവില്ല, സ്വന്തം വാപ്പാനും പോലും പരിഗണിക്കാൻ കഴിയൂല. അല്ലെ, വീടുകളിൽ മരിച്ച് 5-6 ദിവസം കഴിഞ്ഞ് ചീഞ്ഞളിഞ്ഞ മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നു എന്ന വാർത്തകൾ
അധികരിച്ചു വരുന്നത് എന്തുകൊണ്ടാ? ഇവരുടെയൊക്കെ മക്കൾ എവിടെ? ഇവരുടെയൊക്കെ മക്കൾ എവിടെയാണ്? അത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വൻ പാപങ്ങളിൽ കബായിറുകളിൽ പെട്ടതാണ് മാതാപിതാക്കൾ അവഗണിക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ളത്, മാതാപിതാക്കൾ അവഗണിക്കുന്ന തൊഴിൽ എന്നുള്ളത്. ഞാൻ പറഞ്ഞത് വാപ്പാനോട് ഉമ്മാനോട് ഒരു ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന വഖലാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു പടച്ചോനെ മാത്രം ആരാധിക്കണമെന്ന്. പിന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അത് അള്ളാനോട് കടമുണ്ട്, അത് മറക്കാൻ പറ്റൂല. നമ്മളെ എത്ര വലിയ എമൗണ്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നാളെ നമ്മൾ ഏത് വലിയ പൊസിഷനിലെത്തിയാലും പടച്ച തമ്പുരാനോട് കടപ്പാടുണ്ട്, അത് നമുക്ക് മറക്കാൻ പറ്റൂല. മാതാപിതാക്കളോട് കടമകളുണ്ട്, അത് നമുക്ക് മറക്കാൻ പറ്റൂല. നാടിനും സമൂഹത്തോടും ഉത്തരവാദിത്തമുണ്ട്, അത് സമുദായത്തിനോട് ഉത്തരവാദിത്വം. ഒരുപക്ഷെ നമ്മുടെ അറിവ് കൊണ്ടാവും നമ്മൾ ഒരുപക്ഷെ സമുദായത്തെ സേവിക്കേണ്ടി വരിക, നാടിനെ സേവിക്കേണ്ടി വരിക, മാതാപിതാക്കൾക്ക് സേവനം നൽകേണ്ടി വരിക. മാതാപിതാക്കൾക്ക് എല്ലാ നിലക്കും കൊടുക്കണം. ഒരുപക്ഷെ നമ്മുടെ സമ്പത്ത് കൊണ്ടാവും, ഒരുപക്ഷെ നമ്മുടെ ഇന്റലക്ച്വലായിട്ടുള്ള ബുദ്ധിപരമായ കഴിവ് കൊണ്ടാവും, ബൗദ്ധികമായ കഴിവ് കൊണ്ടാകും. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നമ്മുടെ അറിവും കഴിവും ഈ സമുദായത്തിന്റെ മതത്തിന്റെ ഗുണത്തിനും നന്മക്കും വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ ബുദ്ധിശക്തിയും നമ്മുടെ ആ നിലക്കുള്ള കപ്പാസിറ്റിയും നമ്മൾ എന്തിനു വേണ്ടിയാ ഉപയോഗിച്ചത്? ഇവിടുത്തെ ആളുകളുടെ നിലവാരം ഉയർത്തി പൊതുവിൽ സമുദായത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ, ഇവിടുത്തെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ, ഇവിടുത്തെ പള്ളിയും മദ്രസയും സംവിധാനങ്ങളും മെച്ചപ്പെട്ടു വരാൻ, ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ആ നിലക്ക് ഉപകാരപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഭൗതിക വിജ്ഞാനം ഫർള് കിഫായയാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. പറഞ്ഞാൽ ഞാൻ പഠിച്ചു, ഞാൻ നേടി, എന്റെ വരുമാനം, എന്റെ കുടുംബം, വ്യക്തിപരമായി ഞാൻ എന്നതിനപ്പുറമുള്ള വിശാലമായ വൃത്തത്തിലേക്ക് ഒരു മുസ്ലിമിനെ വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ, ജോലി സമ്പാദിച്ചു കഴിഞ്ഞാൽ, വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉയർന്ന പൊസിഷനുകളിൽ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സർക്കാർ സംവിധാനങ്ങളിൽ ഇരിക്കുമ്പോ ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതല്ലാത്ത ആ വിദ്യാഭ്യാസം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണവും ഉണ്ടാവുകയില്ല. കുറെ ഇവിടെ സമ്പാദിച്ചു, അവസാനതൊന്നും കൊണ്ടുപോകാതെ മരിച്ചുപോയി എന്നതിനപ്പുറം വേറെ പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ സമ്പാദ്യം കൊണ്ടും മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെടുത്തു വേണം, പരലോകത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് വേണം. എന്ന് പറഞ്ഞില്ലേ, വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ വലതു കൈയിൽ കിതാബ് വാങ്ങാൻ നമ്മുടെ കർമ്മരേഖയിൽ എന്തെങ്കിലും ഉണ്ടാകണം. പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ നന്മയുടെ തട്ടുഭാരം കൂടിയാൽ ആ നന്മയുടെ തട്ടിലേക്ക് എടുത്തു വെക്കാൻ, ദീനിനെ സേവിച്ചതിന്, അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിച്ചതിന്, അല്ലെ, സമുദായത്തിന് ഗുണം ചെയ്തതിന്, പാവപ്പെട്ടവനെ പരിഗണിച്ചതിന്, അധസ്ഥിതരെ സഹായിച്ചതിന്, അങ്ങനത്തെ കുറെ സംഗതികൾ നന്മയായിട്ട് പോകാൻ നമുക്ക് പറ്റണം. അള്ളാഹുവിനോടുള്ള കടമകൾ മറക്കാതെ, അല്ലെ, ഏറ്റവും വലിയ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലെത്തിയിട്ടും അള്ളാഹുവിനെ മറക്കാതെ ജീവിച്ചതിന്റെ വലിയ നന്മകളുമായി നാളെ പരലോകത്ത് പടച്ചവനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, അവസാനത്തെ ഒരു പോയിന്റ് സൂചിപ്പിക്കാനുള്ളത്, പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എന്റെ ദീൻ എനിക്ക് നീ നന്നാക്കി തരണേ, അതാണ് എന്റെ എല്ലാ കാര്യങ്ങളുടെയും അവലംബം. സുഹൃത്തുക്കളെ, നമ്മൾ എവിടെ പോയാലും, നമ്മൾ എന്തു നേടിയെടുത്താലും, നമ്മൾ എത്ര പഠിച്ചാലും നമുക്കൊരു പരലോകം വരാനുണ്ട്. നമുക്കൊരു പരലോകം വരാനുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിത വിജയം എന്ന് പറയുന്നത് ഇപ്പോ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ട്രെയിനർമാരായി രംഗത്ത് വന്ന് ലാഭം നിന്റേതാണ്, സമ്പത്ത് നിന്റേതാണ്, നിന്റെ മാതാപിതാക്കൾക്ക് പോലും എടുക്കാൻ അവകാശമല്ലേ. ഒരാളുടെ ഒരു ക്ലിപ്പ് ഒരാൾ അയച്ചെന്നാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ. ഒരാൾ ക്ലാസ് കൊടുക്കുകയാണ്, ലാഭം ലാഭം ലാഭം, അത് നിന്റെ പണമാണ്, വേറെ ആർക്കും കൊടുക്കണം, ഒരു പൈസ നീ കൊടുക്കേണ്ടതില്ല. ഇതൊക്കെ കേട്ടിട്ടാണ് സമൂഹം വളരുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കാനുള്ളതല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കാനുള്ളതല്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടും, പടച്ചോ നമ്മൾ നേർക്ക് നേരെ കാണും. ലൈസ ബൈനഹു വബൈനഹു ഹിജാബും വലാ തർജുമാൻ. അതാണ് യഥാർത്ഥ വിജയം, ജീവിതത്തിന്റെ സക്സസ്. ഒരു മനുഷ്യ ജന്മം സക്സസ് ആയി എന്ന് പറയപ്പെടാന്നറിയോ, ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോഴല്ല, ലോകത്തെ ഏറ്റവും ഉയർന്ന സർവകലാശാലയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുമ്പോഴല്ല, ഏറ്റവും ഉന്നതമായ ഒരു പോസ്റ്റ് ഇരിക്കുമ്പോഴല്ല, സ്വർഗം കിട്ടുമ്പോഴാ. സ്വർഗം കിട്ടുമ്പോഴാ. അത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ദീൻ എന്നുള്ളത് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മതപഠനം എന്നുള്ളത് നമ്മൾ തുടരണം. അത് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് മദ്രസയിൽ അലിഫ് പഠിച്ചു തുടങ്ങുന്നത് മുതൽ മരണം വരെ. മിനൽ മഹ്ദി ഇലൽ ലഹദ് എന്നൊരു പ്രയോഗമുണ്ട്. തൊട്ടിൽ മുതൽ ഖബറിടം വരെ എന്ന്. നമ്മൾ ഒരു വിദ്യാർത്ഥിയായിരിക്കണം. നമുക്ക് പഠിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ QHLSകളിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. നമ്മുടെ വിജ്ഞാന വേദികളിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. നമ്മുടെ റൂമിനകത്ത്, നമ്മുടെ അടുക്കളക്കകത്ത്, നമ്മുടെ ഓഫീസിനകത്ത് പീസ് റേഡിയോക്ക് ഒരു ഇടമുണ്ടാകണം. അതിങ്ങനെ അതിലെ കോഴ്സുകളും അതിലെ ക്ലാസുകളും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ നല്ല സംവിധാനം ഉണ്ടാകണം. മദ്രസ സംവിധാനം ആരാണ് കെട്ടിപ്പടുത്ത് നന്നാക്കി ഉണ്ടാക്കേണ്ടത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചുമതലയാണ്. മദ്രസ സെക്രട്ടറിയുടെ ബാധ്യതയല്ല, മദ്രസയുടെ ഉസ്താദിന്റെ ബാധ്യതയല്ല, സമുദായത്തിന്റെ ബാധ്യതയാണ്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മക്കൾ പഠിക്കേണ്ട മതവിദ്യാഭ്യാസ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരിക, അത് തകർന്നു പോകാതെ നിലനിർത്തുക എന്നുള്ളത് ഓരോ മുസൽമാന്റെയും ഉത്തരവാദിത്തമാണ്. വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്, വിശാലമായ പ്രതിഫലം. നിങ്ങൾ കേട്ടില്ലേ ഒരു ഹദീസ്? ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മാളത്തിലെ ഉറുമ്പുകൾ വരെ, വെള്ളത്തിനടിയിലെ മത്സ്യങ്ങൾ വരെ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി. അത് ഉസ്താദുമാർക്ക് മാത്രമല്ലതല്ല, അത് പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു സംവിധാനത്തെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന മുഴുവൻ ആളുകൾക്കും അതിന്റെ നേട്ടമുണ്ടാകും. ലോകത്തെ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെയും പ്രാർത്ഥന നമുക്ക് കിട്ടും. അതുകൊണ്ട് അതൊക്കെ ആരെങ്കിലും നടത്തിക്കോളും. രാവിലെ വീട്ടിൽ നിന്ന് മുഖം കഴുകി പല്ലും തേച്ച് ചില ആളുകൾ ഉറങ്ങാനിട്ട വസ്ത്രം പോലും മാറ്റിക്കൊടുക്കാതെ കുട്ടീനെ മദ്രസയ്ക്ക് പറഞ്ഞയച്ചാ എന്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. കുട്ടിയെ പറഞ്ഞേക്കണം, അവിടെ പഠനം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ബെഞ്ചും ഡെസ്കും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മാത്രവുമല്ല, വീട്ടിൽ വന്നാൽ അവിടെ പഠിച്ച കാര്യങ്ങൾ കുട്ടി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ ഓരോ മുസ്ലിമിന്റെയും ഓരോ രക്ഷിതാവിന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോഴാണ് നമ്മൾ ഒരു നല്ല മനുഷ്യനായി, ഒരു സക്സസ് ആയ മനുഷ്യനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഭൗതികതയുടെ പിന്നാലെ ഓടുമ്പോ ദീനീ പഠനം മറന്നുപോകരുത്. എന്തെല്ലാം സംവിധാനങ്ങളാണ് കുട്ടികൾക്ക് മദ്രസ പഠനം കഴിഞ്ഞാൽ പഠിക്കാൻ. കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ, CRE പോലെയുള്ള വ്യവസ്ഥാപിതമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് മനസ്സുണ്ടായാൽ മതി, എന്റെ കുട്ടി പഠിക്കണമെന്ന ഒരു തീരുമാനം ഉണ്ടായാൽ മതി. ഒരുപാട് അവസരങ്ങൾ, അതെല്ലാം ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. പ്രായാധിക്യം മൂലം രോഗശയ്യയിലായ 2 വല്യന്മാർക്ക് വേണ്ടി ഈ മെമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ നമ്മളെ 2 സഹോദരങ്ങൾ ആവശ്യപ്പെട്ടു. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك المشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.